ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലോം. ഇറ്റ്സ് മീ VJR. യെസ്, നമ്മുടെ എക്സാം ഇതേ അടുക്കാണ്. 9ാം ക്ലാസ്സിലെ പരീക്ഷ. ആ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഉറപ്പായിട്ടും ക്ലാസ് മുഴുവൻ കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല മക്കളെ. ഞാൻ 100%, 110% നിങ്ങൾക്ക് ഞാൻ ഉറപ്പുതരാം. അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും. ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ താഴെ ഒന്ന് ലൈക്ക് അടിച്ചേ. അതോടൊപ്പം തന്നെ കമൻസിൽ സാറിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ ഇടണം കേട്ടോ. കാര്യം നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഫീഡ്ബാക്കുകളും കിട്ടുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം വരാം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് അത് ഇടണം, അത് മറക്കരുത്. കാര്യം നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം കാണാൻ വേണ്ടി ഞാൻ എപ്പോഴും നിങ്ങൾ വെയിറ്റിങ്ങിലാണ്, ഫോൺ എപ്പോഴും നോക്കിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വായിക്കലുണ്ട് നിങ്ങൾ കമൻസ് ഒക്കെ കേട്ടോ. ബിഗ് താങ്ക് യു. ഞാൻ റീപ്ലൈയും തരാം. അപ്പോൾ താഴെ കമൻസ് ഇടണേ. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞാലും സാറോടൊക്കെ പറയാം. അപ്പോൾ ഇന്ന് ഏതാണ് ചാപ്റ്റർ, ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോകാം, ഡിസ്കസ് ചെയ്യാം. ദേ കണ്ടോ, ഇതാണ് ക്വസ്റ്റ്യൻ. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റീസിലെ ഈ 2 ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം ഇതാണ്, എന്തായാലും ചോദിക്കും. ഞാൻ വേഗം പറഞ്ഞിരട്ടെ ക്വസ്റ്റ്യൻ. 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621, തുക 50. ഇവർ പറയാണ് 2 ഓഡ് നമ്പേഴ്സിന്റെ ഗുണനഫലം പ്രൊഡക്റ്റ് 621 പ്രൊഡക്റ്റ് 621, തുക 50, സമ്മ് 50. എങ്കിൽ ഇവ ഓരോന്നിന്റെയും തൊട്ടടുത്തുള്ളതാ ചോദിച്ചോ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ കുഞ്ഞോനെ. ഒറ്റ സംഖ്യ ആയിക്കോട്ടെ ഇരട്ട സംഖ്യ ആയിക്കോട്ടെ, 2 സംഖ്യകളെ കുറിച്ചല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്പേഴ്സ് നമുക്ക് അറിയില്ല. അറിയാത്തത് കൊണ്ട്, സംഖ്യകൾ അറിയാത്തത് കൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, എക്സും വൈയും കൊടുക്കാം. അറിയില്ല, അതുകൊണ്ട് നമ്മൾക്ക് അറിയാത്ത ഒരാളെ നമ്മൾ എന്താ വിളിക്കുക, എക്സ് വൈ. ഇവർ പറയുന്നുണ്ട്, ഇവിടെ കൃത്യമായിട്ടുണ്ട്, ഗുണനഫലം 621, തുക 50. അതായത് പ്രൊഡക്റ്റ് 621, സമ്മ 50. ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഗുണനഫലം. രണ്ടും തമ്മിൽ ഗുണിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ ഗുണിക്കുക, അതുപോലെ തന്നെ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുക. അതാണ് ഐഡിയ. അപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണനഫലമാണ്. ദാറ്റ് ഈസ് 6y 621. അതുപോലെ സമ്മ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൊഡക്റ്റ് എന്നാട്ടോ, എക്സ് വൈ, ദാറ്റ് ഈസ് എത്ര, 621. സമ്മ് എക്സ് പ്ലസ് വൈ എത്ര വരും, 50. അപ്പൊ നിങ്ങൾ ഏത് ചോദ്യത്തിലൂ പ്രൊഡക്റ്റ് ഗുണനഫലം എന്ന് പറഞ്ഞാൽ ആ 2 സാധനങ്ങൾ കൂടെ ഗുണിക്കാം, എന്നിട്ട് 621 എഴുതാം. തുക എന്ന് പറഞ്ഞാൽ 2 സാധനം കൂടെ കൂട്ടാം, എക്സ് പ്ലസ് വൈ, എക്സ് വൈ. അതായത് ഇത് ഹിൻ്റാണ് കേട്ടോ. ഈ ഹിൻ്റ് എപ്പോഴും എഴുതി വെക്കാം. ഈ ഹിൻഡിന് ശേഷം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കുക. ഈ ഓരോ ഒറ്റ സംഖ്യ, ഇത് ഓഡ് നമ്പേഴ്സ് ആണ്, ഒറ്റ സംഖ്യ എന്ന് പറയും. ഈ ഓരോ ഒറ്റ സംഖ്യൻ്റെയും തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യ നെക്സ്റ്റ് ഓഡ് നമ്പർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾക്ക് ഒരു ഒറ്റ സംഖ്യ, ഇപ്പോൾ 1, അത് കഴിഞ്ഞിട്ട് അടുത്ത ഒറ്റ സംഖ്യ ഏതാ, 3 കഴിഞ്ഞിട്ട് അടുത്ത ഏതാ, 5. ഞാൻ ആദ്യം തൊട്ട് എടുത്തുന്നേ ഉള്ളൂ. അപ്പൊ 2 ആ ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള ഗ്യാപ്പ്. 2 കൂടി പോവാണ്. അപ്പൊ 2 കൂടി പോകുന്നത് കൊണ്ട് തന്നെ അവിടെ തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓഡ് നമ്പറിന്റെ പ്രൊഡക്റ്റാ ചോദിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നെക്സ്റ്റ് ഓഡ് നമ്പർ, അതായത് അടുത്ത ഒറ്റ സംഖ്യ, തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യ ഏതാ വരിക, 2 കൂട്ടി കൊടുക്കണം, അടുത്ത ഒറ്റ സംഖ്യ. അപ്പൊ ആദ്യത്തെ ഒറ്റ സംഖ്യ ഞാൻ എക്സ് എടുത്തു, മറ്റൊരൊറ്റ സംഖ്യ ഞാൻ വൈ എടുത്തു. ഏതോ 2 ഒറ്റ സംഖ്യയാണ്, ആദ്യത്തതല്ല, ഏതോ 2 ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഒരു എക്സിന്റെ തൊട്ടടുത്ത് ഉള്ള ഒറ്റ സംഖ്യ ഏതാ വരിക, എക്സിന്റെ തൊട്ടടുത്ത് എക്സ് പ്ലസ് 2. ഓക്കെ, അതേപോലെ വൈന്റെ തൊട്ടടുത്ത് വൈ പ്ലസ് 2. അപ്പോൾ ഒറ്റ സംഖ്യ ആണെങ്കിൽ ഇരട്ട സംഖ്യ ആണെങ്കിൽ ആ ഗ്യാപ്പിനനുസരിച്ചാണ് ഇടേണ്ടത്. അതിന്റെ ഗുണനഫലം എന്ത്, അപ്പൊ തൊട്ടടുത്തുള്ളതിന്റെ പ്രൊഡക്റ്റ് ആണ് ചോദിച്ചത്. അപ്പൊ ഇതാണ് എക്സിന് തൊട്ടടുത്ത്, ഇതാണ് വൈന്റെ തൊട്ടടുത്ത്. ഇത് തമ്മിൽ എങ്ങനെ ഗുണിക്കുക, ദാ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ, ദാ എക്സ് ഇൻറ്റു 2, 2x. കണ്ടോടാ. അതുപോലെ 2നെയും കൊടുക്കുക, ഈ എക്സിനെ 2 പേർക്കും കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ കൊടു, 2 ഇൻറ്റു വൈ, 2y, 2 ഇൻറ്റു 2, 4. ഇനി എന്താ ചെയ്യേണ്ട അറിയോ, ഈ ഹിൻഡില്ലേ, ഈ സാധനം അവിടെ ഇട്ട് കൊടുക്കുക. എങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നോക്കണേ. ഈ 2 നമുക്ക് പുറത്തിടാം. ഈ 2 നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് സൈഡിലുള്ളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അതെങ്ങനെ വരും, എക്സ് വൈ, ആ 2 നമുക്ക് പുറത്തിട്ടു, എക്സ് പ്ലസ് വൈ, 4 പുറത്തിട്ടു അപ്പുറത്ത്. അപ്പൊ ഈ എക്സ് വൈക്ക് പകരം എക്സ് വൈ എന്ന് പറഞ്ഞാൽ 621 അല്ലേ, ആ 621 ഇവിടെ കൊടുക്കുക. എവിടെ ഞാൻ കൊടുക്കുന്ന കാണിച്ചരേ, കണ്ടോ, ഈ 621 പകരം കൊടു, 621 ഇവിടെ കൊടുത്തേ. ഇതേ കണ്ടോ, കൊടുടാ 621 പ്ലസ് ഇവിടെ 2 ഉണ്ട്, ആ 2 കൊടുത്തു. ഇനി ഈ മഞ്ഞ കളർ കാണിച്ചരേ, മഞ്ഞ കളർ കാണുന്ന ഈ എക്സ് പ്ലസ് വൈ എത്രയാടാ, 50. ആ എക്സ് പ്ലസ് വൈ എത്രയാണ്, 50. ആ 50 ഇവിടെ കൂട്. അപ്പൊ 2 ഇൻറ്റു വരും കേട്ടോ. അപ്പൊ ഇത് 50.
പ്ലസ് 4 621 2 50 ഗുണിച്ചാൽ എത്രടാ 100 പ്ലസ് 4 അപ്പൊ 621 100 721 4 ദേ നമ്മുടെ ഉത്തരം 725 സെറ്റ്. അപ്പൊ എപ്പോഴും പഠിച്ചു വെക്കുക, ഗുണനഫലം എന്ന് പറഞ്ഞാൽ XY, തുക സം എന്ന് പറഞ്ഞാൽ X+Y. ഈ സാധനം തൊട്ടടുത്തത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് +2. ഇത് ഒറ്റ സംഖ്യ ആയതുകൊണ്ടാണ് +2. ഇനി ഇരട്ട സംഖ്യ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്, പക്ഷേ സാധാരണ സംഖ്യ ആകുമ്പോൾ +1. എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് ആണെങ്കിൽ 1 വരാം. അത് ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ലൈവിലേക്ക് വരിക കേട്ടോ. ഞാനൊരു ചോദ്യം കൂടി തരാം. 2 ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഇവർ നേരത്തെ ഗുണനഫലം തുകയും തന്നിട്ടില്ല, ഡയറക്ട്ലി ഇവർ തരാണ് X+Y 12. X+Y 12, XY 11. ആ X+Yയും ആ XYയും ഹിന്റാണ്. ആ ഹിന്റ് വെച്ചിട്ട് ഇവർ പറയാണ് എക്സ്പാൻഡ്, വികസിപ്പിച്ചെയ്ത. ഏതാ വികസിപ്പിച്ചെയ്താ പറഞ്ഞേ? വികസിപ്പിച്ചെയ്താന്ന് അങ്ങനെ ആ സാധനം കേട്ടോ. അങ്ങനെ വികസിപ്പിച്ചെയ്താന്ന് നോക്കണേ. X+1 അതുപോലെ Y+1 എങ്ങനെ വികസിപ്പിച്ച് ചെയ്യുക? ഈ X Y ഉണ്ട് കണ്ട, ഈ X 1 ഉണ്ട്, ഒരു X, ഈ 1 Y ഉണ്ട്, ഓക്കെ, ഈ 1 ഉണ്ട്. എന്നിട്ട് വികസിപ്പിച്ച് എഴുതി. അപ്പൊ ഇതാണ് വികസനം. വികസനം. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ അറിയോ? ആ എക്സ്പാൻഡ് ചെയ്തതിന്റെ ഉത്തരം എന്ത്? ഫൈൻഡ് X+1 Y+1. ഫൈൻഡ് X+1 Y+1. സിമ്പിളാടോ. ഈ സാധനം ഉണ്ടല്ലോ, ഈ X+Y എത്രയാന്ന് ചോദിച്ചു തന്നിട്ടുണ്ടല്ലോ. X+Y X+Y എത്രയാ തന്നിട്ടുണ്ടല്ലോ. ആ സാധനം വിടട്ട് കൊടുത്തായിടോ. X+Y 12 ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ XY 11 അതൊന്ന് വിടട്ട് കൊടുത്തേ. ഈ മഞ്ഞ കളർ കാണുന്ന XYക്ക് പകരം 11 കൊടുക്കുക. കൊടുത്തുവിട്ട് സാറ് കൊടുക്കുന്നുണ്ടേ. 11 പ്ലസ് ഈ മൊത്തം പച്ച കളർ കാണുന്ന ഈ X+Yക്ക് പകരം ഈ 12 കൊടുക്കുക. അപ്പൊ അത് മുഴുവൻ 12 കൊടുത്തു. ഇത് കൂട്ടിക്ക് 11 12 23 ഒന്നും. ദേ നമ്മുടെ ഉത്തരം 24. സിമ്പിൾ അല്ലടാ? സിമ്പിളാണ്. 24 ആൻസർ. അപ്പൊ സാറിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ഫീഡ്ബാക്ക് എഴുതിയിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇടുക. ലൈക്ക് അടിക്കാത്തവർക്കൊന്ന് ലൈക്ക് അടിച്ചേ. നമ്മുടെ ലൈവ് ക്ലാസ്സിലേക്കൊക്കെ നിങ്ങൾ വരണം. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ VJR ഫ്രം സൈലന്റ് ലേണിംഗ്. മറ്റൊരു ക്ലാസ്സിൽ സാറ് വീണ്ടും വരും കേട്ടോ. അപ്പൊ ഒരേ പൊളി മറ്റൊരു ക്ലാസ്സുമായിട്ട് സാറ് കാണും. ബൈ.